നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ നമ. ഓം ശ്രീമദ്ഭാഗവത മഹാപുരാണം പ്രഥമസ്കന്ധം 7-ാം അധ്യായം 38-ാമത്തെ ശ്ലോകം 16-ാമത്തെ ഭാഗമായിട്ട് പറയണു. ഓം പ്രതിശ്രുതം ച ഭവതാ പാഞ്ചാല്യൈ ശൃണ്വതോ മമ ആഹരിഷ്യേ ശിരസ്തസ്യ യസ്തേ മാനിനി പുത്രഃ. ഭവതാ അങ്ങയാൽ, ശൃണ്വതഃ മമ ഞാൻ കേൾക്കുന്ന പോലെ, ഞാൻ കേൾക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ് പറഞ്ഞത്. പാഞ്ചാല്യൈ പാഞ്ചാലിക്കായിക്കൊണ്ട് പ്രതിശ്രുതം ഓരോ അക്ഷരവും അല്ലെങ്കിൽ ഓരോ വാക്കും അത്രയും ശുദ്ധമാണ്. അല്ലെങ്കിൽ അത് ആ കേൾവി ശ്രുതം എന്നുള്ളത് കേൾക്കപ്പെട്ടത് എന്നാണ്. അപ്പോൾ വേദം ശ്രുതി എന്നാ പറയാ. അത് അതിൻ്റെ ഒരു സത്യഭാവത്തെ കണക്കാക്കുകയാണ്. അതുകൊണ്ടാണ് പ്രതിശ്രുതം. എല്ലാം അത് സത്യമാണ്. അങ്ങനെ ഒരു പ്രതിജ്ഞ, സത്യം ചെയ്യുക, പ്രതിജ്ഞ ചെയ്യുക, ആ കൂട്ടത്തിലാണ്. അങ്ങനെ മാനിനി, ഹേ പാഞ്ചാലി, തേ പാഞ്ചാലിയുടെ പുത്രന്മാരെ ഹനിച്ച 5 പേരെ വധിച്ചിട്ടുണ്ട്. അവരെ വധിച്ചവൻ യാതൊരാളാണോ തസ്യ ശിരഹ, ആ വധിച്ചവന്റെ ശിരസ് ആഹരിഷി ഞാൻ കൊണ്ടുവരും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് അർജുനന്റെ പ്രതിജ്ഞ. ഭഗവാൻ ഈ നിയമത്തെ പറഞ്ഞതിന് ശേഷം ആരാണോ ഒരാൾ വളരെയധികം തെറ്റ് ചെയ്യുന്നത് അവരെ ശിക്ഷിക്കുക എന്നത് ക്ഷത്രിയ ധർമ്മമാണ്. ബ്രാഹ്മണരായാലും വല്ലാതെ കണ്ട് തെറ്റ് ആരെങ്കിലും ചെയ്തു, അത് അസഹനീയമാണ്, ലോകത്തിന് ശരിയല്ല എങ്കിൽ അവരെ വധിക്കാൻ ശപിക്കുക, എന്താ വെച്ചാൽ ശിക്ഷിക്കാം. അതിനുള്ള അർഹതയുണ്ട്. അപ്പം അങ്ങനെ ചെയ്യാത്തവർ പാപികളാണ്, അങ്ങനെ ചെയ്യുന്നവർക്ക് സ്വർഗം കിട്ടുമെന്നാണ്. ആ നിയമം പറഞ്ഞതിൻ്റെ ശേഷമാണ് ഈ ഭഗവാനാൽ ഇപ്രകാരം അർജുനനോട് വീണ്ടും പറയണത്. നീയൊരു പ്രതിജ്ഞ ചെയ്തിട്ടില്ലേ, പാഞ്ചാലിയുടെ മക്കളെ കൊന്ന ആരായാലും ശരി ഞാൻ അവൻ്റെ ശിരസ് കൊണ്ടുവരാമെന്നല്ലേ ഞാൻ പറഞ്ഞത്. അന്ന് നീ സത്യം ചെയ്തില്ലേ പാഞ്ചാലിയോട്. ഭവതാ ശൃണ്വത മമ, നീ പറയുന്നത് ഞാൻ കേട്ടതാ, എന്നെ കേൾപ്പിക്കാൻ, ഞാൻ കേൾക്കാൻ വേണ്ടി കൂടി നീ പറഞ്ഞു എന്നുള്ള അർത്ഥത്തിലാണ്. അത് അങ്ങനെയല്ല എങ്കിലും പാഞ്ചാലിയോട് പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. എന്താ ഞാൻ കേട്ടത് നീ പറഞ്ഞത്? ഭവതാ ശൃണ്വത മമ പാഞ്ചാല്യൈഹി പ്രതിശ്രുതം, പാഞ്ചാലിയോട് പറഞ്ഞതായിട്ടുള്ള ഈ പ്രതിജ്ഞ മാനിനി. എന്താ പ്രതിജ്ഞ? മാനിനി, എല്ലാവരാലും മാനിക്കപ്പെടുന്നവരാണ് പാഞ്ചാലി. അതുകൊണ്ട് തേ പുത്രഃ, നിന്റെ പുത്രന്മാരെ വധിച്ചവൻ അവനെ ഞാൻ, യഹ അത് ആരായാലും ശരി, തസ്യ അവന്റെ ശിരഹ ആഹരിഷ്യെ ഞാൻ കൊണ്ടുവരിക തന്നെ ചെയ്യും. ഇതാണ് നീ പറഞ്ഞ വാക്ക്. ഭഗവാൻ പറയാ പ്രതിശ്രുതം ച ഭവത, ഇവിടെ നീ പ്രതിജ്ഞ പോലെ പറഞ്ഞത്, ഉറപ്പിച്ച് പറഞ്ഞത് ഞാൻ കേട്ടതാ. നീ പ്രതിജ്ഞ ചെയ്തു. ഭവത നിന്നാൽ അത് ചെയ്തു. എന്താ? പാഞ്ചാലിയോടാണ് നീ അത് ചെയ്തത്. പാഞ്ചാലിക്ക് വേണ്ടിയിട്ടാണ്, പാഞ്ചാലി കേൾക്കാൻ വേണ്ടിയിട്ടാണ് നീ പറഞ്ഞത്. ശൃണ്വതോ മമ, അത് ഞാനും കേട്ടു. പാഞ്ചാലിയെ ശൃണ്വതോ പ്രതിശ്രുതം, അത് ഞാനും കേട്ടു. മമ അഭി. അപ്പോൾ പ്രതിശ്രുതം ച ഭവത പാഞ്ചാലി ശൃണ്വതോ, നീ ചെയ്ത പ്രതിജ്ഞ പാഞ്ചാലി കേൾക്കാൻ വേണ്ടിയിട്ടാണ്, അത് ഞാനും കേട്ടു. മമ ആഹരിഷി, എന്താ പറഞ്ഞെന്താ? ആഹരിഷി കൊണ്ടുവരാം. എന്ത്? ശിരഹ, ആരുടെ? തസ്യ എന്ന് പറഞ്ഞാൽ ഈ പാഞ്ചാലിയുടെ മക്കളെ കൊന്നവൻ എന്ന അർത്ഥമാണ്. തസ്യ, അത് യഹ തേ മാനിനി പുത്രഃ, തസ്യ ആരുടെ? പുത്രഃ, പുത്രന്മാരെ വധിച്ചവനായിട്ടുള്ള അവന്റെ, തസ്യ ശിരഹ ആ അവന്റെ ശിരസ് ഞാൻ ആഹരിഷി കൊണ്ടുവരാം. അത് യഹ അത് ആരായാലും വേണ്ടില്ല, തേ അവിടത്തേക്ക്, പാഞ്ചാലി നിനക്ക് വേണ്ടിയിട്ട്, മാനിനി എല്ലാവരും മാനിക്കപ്പെടുന്നവളാണ് നീ. അതുകൊണ്ട് നിന്റെ പുത്രന്മാരെ വധിച്ചവനെ ഞാൻ കൊണ്ടുവരിക തന്നെ ചെയ്യും. പ്രതിശ്രുതം ച ഭവതാ പാഞ്ചാല്യൈ ശൃണ്വതോ മമ ആഹരിഷ്യെ ശിരസ്തസ്യ യസ്തേ മാനിനി പുത്രഃ. അപ്പോൾ പ്രതിജ്ഞയായിട്ട്, പ്രതിശ്രുതം ഭവത നിന്നാൽ, അർജുനനാൽ, പാഞ്ചാലിയോട്, ശൃണ്വതോ കേട്ടു, മമ പാഞ്ചാലിയോട് പറഞ്ഞത് ഞാൻ കേട്ടു. എന്താ പറഞ്ഞത്? പ്രതിശ്രുതം, പ്രതിജ്ഞ ചെയ്തതാണ് കേട്ടത്. ആഹരിഷി കൊണ്ടുവരും. ശിരഹ തസ്യ, ആരുടെ ശിരസ്സാണ് അത്? അവന്റെ ശിരസ്. ആരുടെ ശിരസ്? യഹ തേ പുത്രഃ, ആരാണോ അങ്ങയുടെ പുത്രനെ, നിന്റെ പുത്രനെ
കൊന്നത് അവൻ്റെ ശിരസ് അല്ലയോ മാനിനി. പാഞ്ചാലിയെ മാനിനി, ഹേ മാനിനി എന്ന് സംബോധന ചെയ്തുകൊണ്ടാണ് പറയണത്. ഇപ്പോൾ അർജുന, ഹേ അർജുന, കൃഷ്ണൻ പറയാ, ഹേ അർജുന, ഞാൻ കേൾക്കെ തന്നെ നീ പാഞ്ചാലിയോട് ഇങ്ങനെ ഒരു പ്രതിജ്ഞ ചെയ്തിട്ടുണ്ട്. മാനിനിയായിട്ടുള്ള നീ നിന്റെ പുത്രന്മാരെ വധിച്ചത് കേട്ടുകഴിഞ്ഞപ്പോൾ കരഞ്ഞു. ആ കരച്ചിൽ അടക്കാൻ വേണ്ടിയിട്ട് ഞാൻ നിന്നെ അന്ന് ആശ്വസിപ്പിച്ചു. എങ്ങനെ ആശ്വസിപ്പിച്ചത്? നിന്റെ പുത്രന്മാരെ വധിച്ചവൻ്റെ ശിരസ് ഞാൻ കൊണ്ടുവരാം. ഇങ്ങനെ അർജുനൻ പാഞ്ചാലിയോട് പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്. അർജുന, നിനക്കത് ഓർമ്മയില്ലേ? എന്താ കൃഷ്ണൻ്റെ ഒരു സൂത്രം. അപ്പോൾ ഈ അശ്വത്ഥാമാവിനെ വധിച്ചോളൂ എന്ന് പറയാണ്. ഇതൊരു പരീക്ഷയാണേ. അത് അർജുനനോടുള്ളൊരു പരീക്ഷയാണ്. പ്രതിശ്രുതം ച ഭവതാ പാഞ്ചാല്യൈ ശൃണ്വതോ മമ ആഹരിഷ്യേ ശിരസ്തസ്യ യസ്തേ മാനിനി പുത്രഃ. ഇനി 39-ാമത്തെ ശ്ലോകം. തദസൗ വധ്യതാം പാപ ആദദായി ആത്മബന്ധുഃ ഭർത്തുശ്ച വിപ്രിയം വീര കൃതവാൻ കുലപാംസന. തതഃ അതുകൊണ്ട് ആത്മബന്ധുഃ, അപ്പോൾ ആത്മാവൈ പുത്ര എന്നൊരു നിയമമുണ്ട്. അപ്പോൾ സ്വന്തം പുത്രന്മാരെ ആരാണോ വധിച്ചത് അയാളെ ആദതായി, അതേപോലെ നിന്നെ ആയുധം എടുത്തുകൊണ്ട് വധിക്കാൻ ശ്രമിച്ചവനാണ്. പാപഹ മഹാപാപിയാണ് ഈ അശ്വത്ഥാമാവേ, അസൗ അവൻ, അതുകൊണ്ട് അവനെ വധ്യതാം വധിച്ചോളൂ. വീര, നിനക്ക് അതിനുള്ള കഴിവുണ്ടല്ലോ, പിന്നെന്താ വീര. കുലപാംസനഹ, കുലത്തെ നശിപ്പിച്ചവനാ, കുലത്തെ പൊട്ടിപ്പൊട്ടിയാക്കി. കുലപാംസനൻ. അപ്പോൾ അങ്ങനെയുള്ള ഈ ശത്രുവായിട്ടുള്ള അശ്വത്ഥാമാവിനെ വധിച്ചോളൂ. കുലപാംസനാണ് അവൻ, മഹാപാപിയാണ്. മാത്രമല്ല ഭർത്തുഹൂച്ച, അവൻ്റെ സ്വാമിക്കും വിപ്രിയം, ഇത് ദുര്യോധനന് പോലും വിപ്രിയത്തെ ചെയ്തു എന്നാണ്. ഈ ശിരസ് 5 പേരുടെ ശിരസ് അവർ കൊണ്ടുകൊടുത്തപ്പോൾ ദുര്യോധനന് പോലും അത് സമ്മതമായില്ല. തിരിഞ്ഞു കിടന്നു എന്നാ. തിരിഞ്ഞെടുക്കാനൊന്നും വയ്യാട്ടോ, തുട പൊട്ടിയിട്ട് ആകെ പ്രശ്നമാണ്. ചോര വാർന്നിങ്ങനെ അതാണ് ഒരവസ്ഥ. വേദനയും സഹിക്കാൻ വയ്യ, അത്രയും പ്രശ്നം, മർമ്മം പോലെയാണ് അത്. ഭർത്തുഹൂച്ച, ഇവൻ ചെയ്തതായിട്ടുള്ള ഈ പ്രവൃത്തി ആ ദുര്യോധനന് പോലും സമ്മതമായില്ല. ദുര്യോധന വെച്ചാൽ മഹാഭാപിയാ. ആ ഭാപിക്ക് ഇത് സ്വതേ സമ്മതമാവാണ്ടിരിക്കാൻ വയ്യ. പക്ഷേ അത് അവിടെ തെറ്റിപ്പോയി. ദുര്യോധനന് പോലും സമ്മതമായില്ല, അത്ര മഹാഭാവാണേ. അതുകൊണ്ട് ഭർത്തുഹൂച്ച വിപ്രിയം കൃതവാൻ, ചെയ്തവനാകുന്നു, എന്തായാലും അവനെ വധിക്കണം. കാരണം ദുര്യോധനൻ അർജുനന്റെ സഹോദരനാ. സഹോദരന്റെ ഇപ്പോഴത്തെ ഒരവസ്ഥ രാജാവാ. അപ്പോൾ ആ രാജാവിൻ്റെ ഇഷ്ടത്തെ പ്രതികൂലമായിട്ട് ചെയ്തപ്പോൾ സഹോദരന് സ്വതേ കടമയുണ്ട് അനുകൂലിക്കാനായിട്ട്, അല്ലെങ്കിൽ എന്താ ചെയ്തു കൊടുക്കേണ്ടത് വെച്ചാൽ ചെയ്തു കൊടുക്കാനായിട്ട്. അപ്പോൾ ഇവിടെ വിപ്രിയം ചെയ്താൽ ശിക്ഷ വേണം. ഇവിടെ വധിക്കുന്നതാണ് വേണ്ടതെന്നാ. എന്താ, ഉറങ്ങിക്കിടക്കുന്ന ആളെയാണ് വധിച്ചത്, കുട്ടികളെയാണ് വധിച്ചത്, ഒരു തെറ്റും ചെയ്യാത്തവരെയാണ് വധിച്ചത്. അപ്പോൾ അതൊക്കെ വലിയ തെറ്റാ, അതുകൊണ്ട് ശിക്ഷിച്ചോളൂ, വധിച്ചോളൂ. തത് അസൗ വധ്യതാം, അതുകൊണ്ട് തന്നെ അസൗ ഇവനെ, അശ്വത്ഥാമാവിനെ, വധ്യതാം വധിക്കുക തന്നെ വേണം, വധിച്ചോളൂ. മഹാപാപിയാണ്. പിന്നെയോ ആദതായിയാണ്, നിന്റെ നേരെ അസ്ത്രം എടുത്തു വന്നതാ, നിന്റെ നേരെ ആയുധം എടുത്തു വന്നതാ. ആത്മബന്ധുഹ, സ്വന്തം പുത്രന്മാരെ വധിച്ചവനാണ്, നിന്റെ സ്വന്തം പുത്രന്മാരെ വധിച്ചവനാണ് ആത്മബന്ധുഹ. ഭർത്തുഹു ച വിപ്രിയം കൃതവാൻ, ഭർത്തുഹു ച വിപ്രിയം, ഭർത്തുഹു വിപ്രിയം കൃതവാൻ. ഭർത്താവിടെ സ്വാമി എന്ന അർത്ഥമാണ്. ഭർത്താവ് എന്ന് പറഞ്ഞാൽ സ്വാമി എന്ന അർത്ഥമാണ്, ഭരിക്കുന്നവൻ. ഇവിടെ രാജാവും കൂടിയാണ്. ദുര്യോധനൻ രാജാവാണ്. ദുര്യോധനൻ ഈ അശ്വത്ഥാമാവിൻ്റെ സ്വാമിയാണ്. കാരണം സൈന്യാധിപനായിട്ടാണ് അപ്പം നിൽക്കുന്നത്. മിത്രം ആണ്, സൈന്യാധിപനാണ്. അപ്പോൾ സ്വാമി എന്നുള്ള നിലയ്ക്ക്, അശ്വത്ഥാമാവിൻ്റെ സ്വാമി നിലയ്ക്ക് ദുര്യോധനന് പോലും ഇത് ഇഷ്ടമായില്ല, സമ്മതമായില്ല, വിപ്രിയം ചെയ്തു. അതുകൊണ്ട് വീര, അർജുന, വീരനായിട്ടുള്ള അർജുന, ഇവൻ മഹാപാപിയാണ്. കുലപാംസനഹ അപി, കുലപാംസനും കൂടിയാണ്, കുലത്തെ മുഴുവൻ ദ്രോഹിക്കുന്നവനാ. അതുകൊണ്ട് ഇവനെ വധിക്കുക തന്നെ വേണം. തദസൗ വധ്യതാം പാപ ആദതായി ആത്മബന്ധുഃ ഭർത്തുശ്ച വിപ്രിയം വീര കൃതവാൻ കുലപാംസന. അതുകൊണ്ട് ആത്മബന്ധുഃ ആയിട്ടുള്ള നിന്റെ പുത്രനെ വധിച്ചതായിട്ടുള്ള ഇവൻ നിനക്ക് നേരെ ആയുധമേന്തി നിന്നെ വധിക്കാനായിട്ട് ശ്രമിച്ചു. ആദതായിയാണ്, പാപഹ മഹാപാപിയാണ്. മാത്രമല്ല ഇവൻ ഭർത്തുഹു വിപ്രിയം കൃതവാൻ,
ആണ്, ഭർത്താവിനെ വിപ്രിയം ചെയ്തവൻ കൂടിയാണ്. അതുകൊണ്ട് അസൗ വധ്യതാം, ഇവനെ വധിക്കുക തന്നെ വേണം. അല്ലയോ വീരനായിട്ടുള്ള അർജുന, ഇവനെ വേഗം തന്നെ വധിച്ചോളൂ. കാരണം കുലപാംസനാണ്, കുലത്തെ നശിപ്പിച്ചവനാണ്. ഇനി അർജുനന്റെ കുലത്തെയും നശിപ്പിച്ചു. അവിടെ അശ്വത്ഥാമാവിന്റെ കുലം ഈ ഒരു പ്രവൃത്തി മൂലം നശിച്ചു. അതേപോലെ തന്നെ ഈ അർജുനന്റെ കുലം പാണ്ഡവരുടെ മക്കളിലൂടെയാണ് വരിക. അത് നഷ്ടപ്പെട്ടു പോയി, ഇനി ഒന്നും ചെയ്യാനില്ല. ഇനി അടുത്തത് അപാണ്ഡവമിതം എന്ന് പറഞ്ഞിട്ടാ ഈ അസ്ത്രം കഴിഞ്ഞതിന് ശേഷം ആദ്യ അശ്വത്ഥാമാവ് മറ്റേ അസ്ത്രം വിടുന്നുണ്ട്. അത് അതികഠിന, സഹിക്കാനൊന്നും വയ്യാന്നർത്ഥം. അപ്പോൾ അപാണ്ഡവമിതം എന്നുള്ള ആ രണ്ടാമത്തെ അസ്ത്രം കൂടി വിട്ടപ്പോഴാണ് സത്യം പറഞ്ഞാൽ ഈ ഒരു അബദ്ധം പറ്റിയത്. അപ്പം എന്താ പറ്റിയത്? ഉത്തരയുടെ ഗർഭത്തിലുള്ള ആ ശിശുവിനെ ഹനിക്കാൻ വേണ്ടിയിട്ട് ബ്രഹ്മാസ്ത്രം ചെന്നു. അപ്പോഴാണ് കൃഷ്ണൻ അവിടെ അങ്കുഷ്ടമാത്രനായിട്ട് രക്ഷിച്ചത്. അപ്പോൾ വളരെ വളരെ മോശക്കാരനാണ് ഈ അശ്വത്ഥാമാവ്. ഏതായാലും തത് അസൗ വധ്യതാം പാപ, അതുകൊണ്ട് ഇയാളെ വധിക്കുക തന്നെ വേണം. മഹാപാപിയാണ് ഇയാള്, ആതതായിയാണ്, ആത്മബന്ധുവാണ്. നിന്റെ അവിടെ ആത്മബന്ധു വെച്ചാൽ അവനവന്റെ മക്കളെ വധിച്ചത്. അപ്പൊ അർജുനനോടാണ് ഈ കൃഷ്ണൻ പറയണത്. അപ്പൊ കൃഷ്ണൻ അർജുനന്റെ കുട്ടികളെ എന്ന ഉദ്ദേശത്തിലാണ് ആത്മബന്ധുഹ, നീ സ്വയം ചിന്തിക്ക്, നിന്റെ കുട്ടികളെ വധിച്ചവനല്ലേ എന്ന് ചോദിക്കുകയാണ്. ഭർത്തുഹോച്ച വിപ്രിയം, ഭർത്താവിന്റെ വിപ്രിയം ചെയ്തവനാ, അതായത് സ്വാമിക്ക് വിപ്രിയം അരുതാത്തത് ചെയ്തവനാ. അപ്പം അതുകൊണ്ട് നീ വീരനാണ് അർജുന, കൊന്നോളൂ. കാരണം ഇവൻ കുലപാംസനും കൂടിയാണ്, നിന്റെ കുലത്തെ നശിപ്പിച്ചവനാ. ഇനി നിനക്കായി 5 കുട്ടികളെയും മരിച്ചു. ഈ 5 കുട്ടികളെയും വധിച്ചാൽ ഇനിയിപ്പോൾ ഇവരിൽ നിന്ന് എങ്ങനെയാ അടുത്ത പരമ്പര ഉണ്ടാവുക? അടുത്ത പരമ്പര ഉണ്ടാവില്ല. ഇവരാച്ചാൽ തെറ്റ് ചെയ്യാത്തവരാണ്, കുട്ടികളാണ്. തദസൗ വധ്യതാം പാപ ആദതായി ആത്മബന്ധുഃ ഭർത്തുശ്ച വിപ്രിയം വീര കൃതവാൻ കുലപാംസനാം. ഇങ്ങനെ 2 ശ്ലോകങ്ങൾ, ഇപ്പോൾ 38, 39 ഇപ്പോൾ പറഞ്ഞു. ഇനി സൂതൻ പറയാണ്, നമുക്ക് അടുത്തതിൽ പറയാം. നാരായണ നാരായണ.